ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ റുബായിയത്ത് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഒമർ ഖയ്യാമിൻ്റെ ഇതേ പേരിലുള്ള മഹാകാവ്യത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ സമ്മറി നോക്കാം. സ്റ്റാൻസ 1. The speaker imagines that even their buried ashes will emit a fragrance. പോയത്തിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ ആഷസ് പോലും ഒരു സുഗന്ധം അവിടെ പടർത്തിയിരുന്നെങ്കിൽ എന്നാണ്. സജസ്റ്റിംഗ് ദാറ്റ് their lives deeds will leave a lasting impression. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷവും അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും ചിന്തകളും ഒക്കെ ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ്. പെർഹാപ്സ് ഈവൻ ഓൺ ദോസ് ഹു പാസ് ബൈ ദെയർ റെസ്റ്റിംഗ് പ്ലേസ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ റെസ്റ്റിംഗ് പ്ലേസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആഷസിൽ നിന്നുള്ള സുഗന്ധം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ തന്നെ നമ്മൾ കാണുന്നത് പോയിട്ട് മരണത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു നശ്വരതയെക്കുറിച്ചിട്ടും ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ വിട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. Stanza 2. The speaker confesses his indulgence in worldly pleasures. പിന്നീട് അദ്ദേഹം പറയുന്നത് വേൾഡ്ലി പ്ലഷേഴ്സ്, അതായത് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, സുഖ സൗകര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ഹാവ് ഡാമേജ്ഡ് ദെയർ റെപ്യൂട്ടേഷൻ ആൻഡ് ഓണർ. അത് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതാവുന്നതിന് അല്ലെങ്കിൽ തകർക്കുന്നതിന് കാരണമായിട്ടെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. It is symbolized by the shallow cup in which he drowned his reputation and the song he sold his reputation for. അതായത് ഒരു ശൂന്യമായ കപ്പിനകത്ത് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹം ഇങ്ങനെ മുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു പാട്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ വിറ്റ് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Stanza 3. Despite swearing to repent in the past, the speaker questions if they were truly sincere. അപ്പോൾ ഇദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി തൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അവയൊന്നും തന്നെ നിലനിൽക്കാത്ത കാരണം കൊണ്ട് താൻ അതൊക്കെ സിൻസിയർ ആയിട്ട് തന്നെയാണോ പറഞ്ഞത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. Spring's arrival, symbolizing temptations, only served to break their penitence into pieces. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള തരം പശ്ചാത്താപങ്ങളും അതുപോലെ തന്നെ ഇനി അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്പ്രിങ്ങിൻ്റെ വരവോട് കൂടിയിട്ട്, അത് വസന്തത്തിൻ്റെ വരവോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നമുക്കത് ടെംപ്റ്റേഷൻസിൻ്റെ വരവോട് കൂടിയിട്ട് എന്ന് പറയാം, ഇല്ലാതായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. Stanza 4. The speaker compares wine to an infidel, suggesting it has robbed them of their honor. അടുത്തതായിട്ട് അദ്ദേഹം ഈ വൈനിനെ അല്ലെങ്കിൽ ഈ വീഞ്ഞിനെ ഇൻഫിഡലിനോട് കമ്പയർ ചെയ്യുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ തകർക്കുകയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിസ്പൈറ്റ് ദാറ്റ് ദ പോയറ്റ് വണ്ടേഴ്സ് ദ വാല്യൂ ഓഫ് വൈൻ ഇൻ ദി ഇറ്റേണൽ ബോർഡം ഓഫ് ലൈഫ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ തകർത്തു എന്നുണ്ടെങ്കിലും അദ്ദേഹം അതിൻ്റെ ഒരു മൂല്യത്തെ കുറിച്ചിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ഈ വിരസതയിൽ അത് അദ്ദേഹത്തിന് വളരെയധികം ആശ്വാസമാകാറുണ്ട്. Stanza 5. The speaker mourns the passing of youth and beauty, symbolized by the vanishing of spring and the rose. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയും എല്ലാം ഈ ഒരു നശ്വരതയെ കുറിച്ചിട്ടാണ്. യുവത്വവും അതുപോലെ സൗന്ദര്യവും എല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നു. അതായത് ഈ വസന്തകാലം വന്നിട്ട് അത് കടന്നു പോകുന്നത് പോലെ ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ദ പോയം എക്സ്പ്രസസ് എ സെൻസ് ഓഫ് മിസ്റ്ററി അബൌട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഈ ഒരു നശ്വരതയെ കുറിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. സംതിങ് ഹ്യൂമൻ ഇൻ്റലിജൻസ് കാൺ കോംപ്രിഹെൻഡ്. അദ്ദേഹം പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ഇൻ്റലിജൻസിന് ഇല്ല എന്നാണ്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ നരേറ്റീവ് പെർസ്പെക്റ്റീവ് യൂസ്ഡ് ഇൻ ദ പോയം? ഇനി ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പെർസ്പെക്റ്റീവ് ആണ്. ദ നരേറ്റീവ് പെർസ്പെക്റ്റീവ് ഇൻ ദ പോയം ഈസ് ഫസ്റ്റ് പേഴ്സൺ ആസ് എ സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ ദെയർ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസ്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ് നമുക്കിതിൽ കാണുന്നത്. സ്പീക്കർ അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇമോഷൻസിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്.
വൈ ഇസ് ദ വൈൻ ടേംഡ് ആസ് എൻ ഇൻഫിഡൽ? ഇനി എന്തുകൊണ്ടാണ് വൈനെ ഇൻഫിഡൽ എന്ന് പറയുന്നത്? വൈൻ ഈസ് ടേംഡ് ആസ് എൻ ഇൻഫിഡൽ ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്കൺ ടു എ ബിട്രേയർ ഓർ അൺഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. ഒരു ചതിയനെ പോലെയാണ് അതിനെ പറയുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് ഇറ്റ് ഹാസ് ലെഡ് ദ സ്പീക്കർ അസ്ട്രേ ഫ്രം ദിയർ വാല്യൂസ് ആൻഡ് ഓണർ. അദ്ദേഹത്തിന്റെ ഓണർ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നശിപ്പിക്കുന്നതിന് കാരണമായി എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് ഇംപ്ലൈ ബൈ ദ ഫ്രേസ് ഡ്രോൺ മൈ ഓണർ ഇൻ എ ഷാലോ കപ്പ്? ഒരു ഒഴിഞ്ഞ കപ്പിനകത്ത് അദ്ദേഹത്തിന്റെ ഈ ഓണർ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ അദ്ദേഹം ഇങ്ങനെ മുക്കിക്കളഞ്ഞു എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The phrase drawn my honor in a shallow cup implies that the speaker's honor has been compromised or lost through shallow and fleeting pleasures like drinking wine. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഷാളോ അല്ലെങ്കിൽ ഫ്ലീറ്റിംഗ് പ്ലഷേഴ്സ്, ശൂന്യമായതോ അല്ലെങ്കിൽ നശ്വരമായതോ ആയിട്ടുള്ള ഈ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഓണർ അദ്ദേഹം നശിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ആർ ദി എലിമെന്റ്സ് ഓഫ് സൂഫിസം എവിഡന്റ് ഇൻ ദ പോയം? ഇനി പോയത്തിനകത്ത് സൂഫിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ടിന്റെ എന്തൊക്കെ എലിമെന്റ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദി എലിമെന്റ്സ് ഓഫ് സൂഫിസം എവിഡന്റ് ഇൻ ദ പോയം ഇൻക്ലൂഡ് തീംസ് ഓഫ് റിപ്പൻറ്റൻസ്, ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് വേൾഡ്ലി പ്ലഷേഴ്സ് ആൻഡ് ഫോക്കസ് ഓൺ സ്പിരിച്വൽ റിഫ്ലക്ഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ റിപ്പറ്റൻസ്, ഇദ്ദേഹത്തിന്റെ പശ്ചാത്താപത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ജീവിതത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷങ്ങളുടെയൊക്കെ നശ്വരതയെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ ഒരു സ്പിരിച്വൽ റിഫ്ലക്ഷൻ, അദ്ദേഹത്തിന്റെ ഒരു ആത്മവിചാരണ കൂടിയാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഈ തീംസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, മേജർ തീം. ഈ പോയത്തിൽ വരുന്ന തീംസുകളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The poem's major theme is the transient nature of life and the inevitability of death. ജീവിതത്തിന്റെ നശ്വരത എന്ന് പറയുന്നതും അതുപോലെ തന്നെ മരണത്തിന്റെ ഒരു അനിവാര്യത എന്ന് പറയുന്നതുമാണ് ഇതിലെ ഒരു തീമായിട്ട് വരുന്നത്. It emphasizes hedonism or worldly pleasures as a way to face the relentless passage of time. ഇനി ഈ റിലൻലെസ് പാസേജ് ഓഫ് ടൈം, ജീവിതത്തിന്റെ ഈ ഒരു വിരസത, അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഹെഡോണിസം അല്ലെങ്കിൽ ഈ ചെറിയ സന്തോഷങ്ങളുടെ പുറകെ പോവുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള തീം ഇതിനകത്ത് വരുന്നുണ്ട്. ദ പോയം സജസ്റ്റ് ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ബിയോണ്ട് ഹ്യൂമൻ കോംപ്രഹെൻഷൻ. മറ്റൊരു തീം ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇന്റലിജൻസിന് കഴിയാത്തൊരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ്. അടുത്തത് സീസണൽ മെറ്റഫർ. ഈ പാസേജ് ഓഫ് സീസണും പാസേജ് ഓഫ് ലൈഫും തമ്മിൽ കണക്ട് ചെയ്തിട്ട് പോയത്തിനകത്ത് വരുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയറ്റ് യൂസസ് ദ പാസേജ് ഓഫ് സീസൺസ്, പർട്ടിക്കുലർലി ദി അറൈവൽ ഓഫ് സ്പ്രിംഗ് ആൻഡ് ദ ബ്ലൂമിംഗ് ഓഫ് ദ റോസ് ടു സിംബലൈസ് ദ പാസേജ് ഓഫ് ലൈഫ്. ഓരോ സീസൺസ് കടന്നു പോകുന്നതിന് ജീവിതത്തിലെ പാസേജ് ആയിട്ട് അദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്പ്രിംഗ് അല്ലെങ്കിൽ വസന്തകാലം വന്നു പോകുന്നതിനെ കുറിച്ചിട്ട്. Just as the seasons change and the rose fades, so too does youth and beauty fade with time. അതായത് വസന്തകാലം വന്ന് കടന്നു പോകുന്നത് പോലെ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നുള്ള യുവത്വവും അതുപോലെ തന്നെ സൗന്ദര്യവും എല്ലാം കടന്നു പോകുമെന്നാണ് പോയറ്റ് പറയുന്നത്. Hence the passage of season is used as a metaphor for the passage of life. ആ രീതിയിൽ ഈ പാസേജ് ഓഫ് സീസൺ എന്ന് പറയുന്നത് ജീവിതത്തിലെ പാസേജിന്റെ ഒരു മെറ്റഫർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി പറയുന്നത് ഫെയ്ത്ത് ഇൻ വൈൻ ആണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ വൈനിൽ വിശ്വസിക്കുന്നത്? ദ പോയറ്റ് പുട്സ് ഹിസ് ഫെയ്ത്ത് ഇൻ വൈൻ ആസ് എ സിമ്പിൾ ഓഫ് ലൈഫ്സ് പ്ലഷേഴ്സ്. വൈൻ എന്ന് പറയുന്നത് ഇവിടെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പററി എസ്കേപ്പ് ഫ്രം ലൈഫ്സ് ഹാർഷ് റിയാലിറ്റീസ്. ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റീസ്, അതായത് ജീവിതം നശ്വരമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിട്ടാണ് ഇദ്ദേഹത്തിന് അത് കാണാൻ കഴിയുന്നത്. Wine represents a way to forget regrets and the relentless passage of time. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ റിഗ്രറ്റ്സ് ഇദ്ദേഹത്തിന് മറക്കുന്നതിന് വേണ്ടിയിട്ടും റിലൻലെസ് പാസേജ് ഓഫ് ടൈം, ജീവിതത്തിന്റെ വിരസത മറികടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട്. ലിമിറ്റേഷൻ ഓഫ് ഇന്റലക്ച്വൽ കേപ്പബിലിറ്റി. ഇനി മനുഷ്യരുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിയുടെ ലിമിറ്റേഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് ഇന്റലക്ച്വൽ പ്രോഗ്രസ് ഈസ് ലിമിറ്റഡ് ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇദ്ദേഹം പറയുന്നത് മനുഷ്യർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ് ഉള്ളൂ എന്ന രീതിയിലാണ്. ഡിസ്പൈറ്റ് വൺസ് ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ്സ് എവരി വൺ ഈസ് സബ്ജക്ട് ടു ദ സെയിം ഫേറ്റ്. ഇനി ഒരാൾക്ക് എത്ര തന്നെ ഇന്റലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെയും
ജീവിതത്തിന്റെ അവസാനം എല്ലാവരുടെയും വിധി ഒന്നു തന്നെയാണ്. ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ് ഇസ് എ മിസ്റ്ററി ദാറ്റ് ഹ്യൂമൻ ഇന്റലിജൻസ് കാണ്ട് കോംപ്രഹെൻഡ്. മറ്റൊന്ന് ജീവിതത്തിന്റെ നശ്വരത, അതുപോലെ തന്നെ ജീവിതത്തിന്റെ അർത്ഥം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യരുടെ ഇന്റലിജൻസിന് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഫിലോസഫി ഓൺ ലൈഫ്. ഈ പോയറ്റിനകത്ത് പങ്കുവയ്ക്കുന്ന ഫിലോസഫിയാണ് ചോദിച്ചിട്ടുള്ളത്. The poet philosophizes on life by highlighting its transient nature and the inevitability of death. ജീവിതത്തിന്റെ ഒരു നശ്വരതയും അതുപോലെ തന്നെ മരണത്തിന്റെ അനിവാര്യതയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലേക്ക് അദ്ദേഹം വരുന്നത്. He reflects on the fleeting pleasures of life symbolized by wine and how they are used to face the passage of time. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഈ പാസേജ് ഓഫ് ടൈം, ജീവിതം വളരെ നശ്വരമാണെങ്കിലും അതിനൊരു വിരസതയുണ്ട്. അത് മറികടക്കുന്നതിന് ജീവിതത്തിലെ സന്തോഷങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളൊരു ഫിലോസഫി അദ്ദേഹം പറയുന്നുണ്ട്. ദ പോയിറ്റ് സജസ്റ്റ് ദാറ്റ് ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ബിയോണ്ട് ഹ്യൂമൻ കോംപ്രഹെൻഷൻ. അദ്ദേഹം പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യമൊക്കെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുക എന്നുള്ളൊരു ഫിലോസഫിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, ഹെഡോണിസം ആസ് എസ്കേപ്പ്. ഹെഡോണിസം എന്ന് പറയുന്നത് ജീവിതത്തിലെ സന്തോഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു ഫിലോസഫിയാണ്. അത് ജീവിതത്തിൽ നിന്നുള്ളൊരു രക്ഷപ്പെടലല്ല, മറിച്ച് ജീവിതത്തിലേക്കുള്ള രക്ഷപ്പെടലാണ് എന്നാണ് പറയുന്നത്. ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് ഹെഡോണിസം, ദ പെർസ്യൂട്ട് ഓഫ് പ്ലഷർ, ഈസ് നോട്ട് എൻ എസ്കേപ്പ് ഫ്രം ലൈഫ് ബട്ട് ഇൻ ടു ഇറ്റ്. ഇദ്ദേഹം പറയുന്നത്, ഈ ജീവിതത്തിലെ സന്തോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമല്ല, മറിച്ച് ജീവിതത്തിലേക്ക് തന്നെയുള്ള രക്ഷപ്പെടലാണ് എന്ന രീതിയിലാണ്. By indulging in pleasures like wine, one may tarnish one's reputation, but one can't also know what to make of life. ഇനി ഇതിലെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൈൻ പോലുള്ള കാര്യങ്ങൾ ഒരാളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്നതിന് കാരണമാകാം. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ് ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് ജീവിതം കൊണ്ട് ഒരാൾ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസും ആളുകൾക്കില്ല. പിന്നെ എങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യാൻ കഴിയുമെന്ന രീതിയിലാണ്. Hedonism can be seen as an attempt to escape the inevitable passage of time and the fleeting nature of life. മറ്റൊന്ന് ജീവിതത്തിന്റെ വിരസത, മറ്റൊന്ന് ജീവിതത്തിന്റെ നിരർത്ഥകത. അതായത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ, പിന്നെ അതുകൊണ്ട് എന്താണ് അർത്ഥം എന്നുള്ള ചിന്തയും അതുപോലെ തന്നെ അതിന്റെ വിരസതയെയും മറികടക്കുന്നതിനുള്ളൊരു ഉപാധിയായിട്ടാണ് ഇവിടെ ഈ ഹെഡോണിസത്തെ അവതരിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്